ഖത്തർ ഇന്ത്യൻ പ്രവാസികൾ നെഞ്ചേറ്റിയ മീഡിയ വൺ ഗിഫ് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോര് ഇന്നാണ് ദോഹ സ്പോർട്സ് ക്ലബ് മൈതാനിയിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. KMCC മലപ്പുറവും TJSP തൃശൂരും തമ്മിലാണ് മത്സരം. പ്രശസ്ത ഖത്തറി ഇൻഫ്ലുവൻസർ ഗാനിം അൽ മുഫ്തയാണ് ചടങ്ങിലെ മുഖ്യാതിഥി. ഖത്തർ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ നിന്ന് PC സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫു, എപ്പോഴാണ് സൈഫിലേക്ക് വരാം? കലാശപ്പോരിനൊരുങ്ങിയിരിക്കുകയാണ് ദോഹ സ്പോർട്സ് ക്ലബ് മൈതാനി. മീഡിയ വൺ ഗിഫ് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാണ് നടക്കാനിരിക്കുന്നത്. KMCC മലപ്പുറവും TJSP തൃശൂരും തമ്മിലാണ് കലാശപ്പോരാട്ടം നടക്കുന്നത്. സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫു, കലാശപ്പോര് എപ്പോഴാണ് ആരംഭിക്കുന്നത്? അവിടെ നമുക്കറിയാം ഈ ഇൻഫ്ലുവൻസർ ഗാനിം അൽ മുഫ്തരിയൊക്കെ എത്തിയിട്ടുണ്ട്. മറ്റ് ഏതൊക്കെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് കളി കാണാൻ എത്തിയിരിക്കുന്നത്? എത്രത്തോളം ആവേശമുണ്ട് മലയാളി ഫുട്ബോൾ ആരാധകർക്ക്? മാത്രം പിന്നിടുമ്പോൾ തൃശ്ശൂരും മലപ്പുറവും തമ്മിലുള്ള ആവേശകരമായ കലാശം ഇവിടെ ഖത്തർ സ്പോർട്സ് ക്ലബിന്റെ വിശാലമായ മൈതാനിയിൽ ആരംഭിക്കാൻ പോകുന്നു. അതൊക്കെ വലിയ ആവേശത്തിലാണ് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം ആകെയുള്ളത്. ഒരു പക്ഷേ ലോകകപ്പ് കഴിഞ്ഞാൽ ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളെ ഇത്രമേൽ ആവേശത്തിലാഴ്ത്തിയ മറ്റൊരു ഇവന്റ് ഉണ്ടാവില്ല. അത് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം നിറക്കുന്ന ആവേശമുണ്ടാക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. കാരണം ഓരോ കിക്ക് ഫുട്ബോൾ കഴിയുമ്പോഴും അടുത്ത കിക്ക് ഫുട്ബോളിന് വേണ്ടിയുള്ള ആവേശത്തോടു കൂടിയുള്ള കാത്തിരിപ്പാണ് ഓരോ മലയാളി പ്രവാസികൾക്കും ഓരോ ഇന്ത്യൻ പ്രവാസികൾക്കും. അപ്പോൾ സ്വാഭാവികമായും അവർ മറ്റൊരു കിക്ക് ഫുട്ബോളിലേക്ക് എത്തുമ്പോൾ അതിനിത്തവണ മീഡിയ വണ്ണാണ് പ്രധാനപ്പെട്ട പ്രായോജകർ. അപ്പോൾ കഴിഞ്ഞ കിക്ക് ഫുട്ബോളുകളെയൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ കിക്ക് ടൂർണമെന്റുകളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ആവേശത്തോടു കൂടിയാണ് ഇത്തവണ മീഡിയ വൺ മുഖ്യ പ്രായോജകരാക്കിക്കൊണ്ട് തന്നെ ഈ ടൂർണമെന്റാണ്. നമ്മോടൊപ്പം ഉള്ളത് ഫൈനലിൽ കടന്നിട്ടുള്ള തൃശ്ശൂരും മലപ്പുറവും തമ്മിലാണ് മത്സരത്തെ ആരംഭിക്കാൻ പോകുന്നു. എത്രയാണ് സ്കോർ പ്രഡിക്ഷൻ നിങ്ങളുടെ? 2 തൃശ്ശൂർ 2 മലപ്പുറം. കപ്പ് ഞങ്ങൾക്ക് തന്നെ. തൃശ്ശൂർ 5ാം പ്രാവശ്യം. എത്ര കണ്ട് സ്ട്രോങ് ടീമിനാണ് ഇപ്പോൾ ഖത്തറിൽ എത്തിച്ചിട്ടുള്ളത്? അടിപൊളി ടീമാണ് ഞങ്ങള്. 4 ഗോൾ എന്തായാലും എടുക്കും. 4 ഗോൾ. പക്ഷെ മലപ്പുറം കരുത്തരാണ്. അത്ര ഈസി മാച്ച് അല്ല. ഈസി മാച്ച് ഒരിക്കലും ഉണ്ടാവില്ല. തൃശ്ശൂർ ടീം സെറ്റാണ്. എങ്ങനെ എത്ര കണ്ട് ഹോപ്പുണ്ട്? തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഈ കപ്പ് ഞങ്ങൾ എടുക്കും. പിന്നെ 2 ഗോളിന് നമ്മൾ ജയിക്കും. മലപ്പുറത്തെ വേൾഡ് കപ്പിൽ കാണുന്ന പോലെ ആവേശം. തൃശ്ശൂരിൽ നിന്ന് വന്നത് വടക്കനാഥന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ വന്നത്. ഇതുവരെ തോൽവി എന്താ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ TJSP 2024 കപ്പ് തൃശ്ശൂർ ജില്ലാ താഴ്വതി ഏറ്റെടുക്കും. സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും അസീസ് പളയന്നൂരാണ് സംസാരിക്കുന്നത്. സൗഹൃദവേദി ഈ കപ്പ് ഞങ്ങൾക്കുള്ളതാണ്. തീർച്ചയായും. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരും മലപ്പുറവും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഇക്കാലം അത്രയും കിക്ക് ഫുട്ബോളിൽ നമ്മൾ കണ്ടത്. അപ്പോ ഇക്കുറി എത്തുമ്പോഴും ആവേശവുമാണ് ഒരു പ്രവാസി സമൂഹം ഖത്തർ സ്പോർട്സ് ക്ലബിന്റെ വിശാലമായ മൈതാനിയിലെ ഈ പ്രവിശാലമായ ഗ്യാലറി. അപ്പൊ അവരുടെ ഒരു ആവേശത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് തന്നെ സൂചിപ്പിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം കണ്ട ഒരാൾക്കും മറക്കാൻ കഴിയാത്ത ഒരു വിശിഷ്ടാതിഥിയായിരുന്നു ഗാനിം അൽ മുഫ്ത. അപ്പോ ഗാനിം അൽ മുഫ്തയെ തന്നെ ഈ നമ്മുടെ ഈ ഫുട്ബോളിന്റെ ഫൈനലിന് കലാശപ്പോരിന്
അതിഥിയായിട്ട് നമുക്ക് വലിയ എന്തായാലും KMCC മലപ്പുറം ടീം നമ്മോടൊപ്പം ഉണ്ട്. ഒരിക്കൽ കൂടി ഈ മലപ്പുറം ടീമിന്റെ അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാന്നുള്ളതിൽ നമുക്ക് പോവാം. ഇപ്പോൾ മത്സരം ആരംഭിക്കാൻ പോകുന്നു. എത്ര കണ്ട് സ്ട്രോങ് ടീമാണ് ഇത്തവണ മലപ്പുറം? നല്ല സ്ട്രോങ് ആണ്. ഫോർവേഡ് ആരൊക്കെ ഉള്ളത്? പ്ലേയേഴ്സ് ആരൊക്കെ ഉള്ളത്? അജ്മൽ ഗോൾ കീപ്പർ പേരെന്തിനാ നഞ്ഞെന്തിനാ നാനായി അജ്മൽ ഗോൾ കീപ്പർ സായി ഞങ്ങളെ ഹെൽപ്പർ. പക്ഷെ സെമിയിൽ കുറച്ച് വിയർത്തു. സെമിയിൽ ഇത്തിരി വിയർത്തു ടീം. ആര്? സെമി നല്ല സൂപ്പർ കളിയുണ്ട്. വ്യാഴാഴ്ച ദിവസം കളിയുണ്ടല്ലോ. എങ്ങനെയുണ്ട് കളി ചോദിച്ചേക്കാം. അന്ന് ഒരു 5 കളികളാണ്. വെള്ളിയാഴ്ചത്തെ കളി സൂപ്പർ. 15ാമത് ഗിഫില് മലപ്പുറം മുത്തമിടും, യാതൊരു സംശയമില്ലാതെ നമ്മൾ അക്കമിട്ട് പറയുകയാണ്. മലപ്പുറം മുത്തമിടും. സെമി കണ്ടില്ലാണ്. തൃശ്ശൂർ സെമി മോശമായിരുന്നു കളി. ചോദിച്ചാക്കി അന്ന് വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ഞങ്ങൾ സംസാരിച്ചതാണ്. കളി മോശമായിരുന്നു. വെള്ളിയാഴ്ച കളി കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ മത്സരം ആരംഭിക്കാൻ പോകുന്നു ധന്യ. ഇവിടെ ഒരു പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങ്, വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ്, കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ പ്രവാസികളെ നമ്മൾ ക്ഷണിച്ചത് വെറും ഒരു ഫുട്ബോൾ മാമാങ്കം കാണുന്നതിന് വേണ്ടി മാത്രമല്ല, കണ്ണഞ്ചിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഉണ്ടായിരുന്നു. വിവിധ അതായത് പ്രൗഢമായ ഒരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ മത്സരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ തൃശ്ശൂരും മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു 1.5 പതിറ്റാണ്ടായി കാണും ഈ ഫുട്ബോള് ഖത്തറിൽ ആരംഭിച്ചത്. ഇത്തവണ അത് മുഖ്യ പ്രായോജകരായി മീഡിയ വൺ എത്തുന്നുള്ളത് പ്രവാസികളെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ കൂടിയൊക്കെ നടന്ന കിപ്പിനേക്കാൾ കൂടുതൽ ഇരട്ടി ആവേശത്തിൽ ഇത്തവണ ടൂർണമെന്റ് നടത്താനുള്ള ഒരു പ്രത്യേക തയ്യാറെടുപ്പ് മീഡിയ വൺ നടത്തിയതാണ്. ആ നിലക്ക് വലിയ ഒരു ഓളവും ആവേശവും കൊണ്ടുവരാൻ നമുക്ക് ഈ ഫൈനൽ മത്സരം സാധിച്ചിട്ടുണ്ട്. 11 ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ടീമുകളാണ് മാറ്റിവെച്ചത്. അതിൽ ഏറ്റവും ഒടുക്കം ഇഞ്ചോടിഞ്ച് വീറും വാശിയുന്ന മത്സരങ്ങൾ കൊടുക്കും. പതിവ് പോലെ തന്നെ മലപ്പുറവും തൃശ്ശൂരും ഫൈനലിലെത്തുമ്പോൾ അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റ ആവേശം ഉണ്ടാക്കുന്നതാണ്. അർജന്റീനയും ബ്രസീലും ഒക്കെ പോലെ സ്ഥിരവൈരികളാണ് ഫുട്ബോളിൽ മലപ്പുറവും തൃശ്ശൂരും. അപ്പോൾ സ്വാഭാവികമായും 2 ടീമുകൾ ഇതാ ഏറ്റുമുട്ടാൻ പോകുന്നു. ഈ ഏറ്റുമുട്ടുന്ന വലിയ ആവേശകരമായ പോരിനൊടുക്കം ആരായിരിക്കും ഇവിടെ ഈ ട്രോഫിയിൽ മുത്തമിടാൻ പോകുന്നത്? മീഡിയ വൺ കിപ്പ് സൂപ്പർ കപ്പിൽ ആരാണ് മുത്തമിടാൻ പോകുന്നത് എന്ന് ഈ രാവിൽ വലിയ ആവേശത്തോടു കൂടി ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്കെന്തായാലും ഒരു അല്പനിമിഷം കഴിഞ്ഞാൽ തന്നെ ഈ മാച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ മാച്ചിന്റെ ഒരു പുരോഗതി എന്താണെന്നൊക്കെ പറയാൻ കഴിയും. എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ മത്സരത്തെ വരവേൽക്കുന്നതും കാത്തിരിക്കുന്നതും പ്രവാസി. ശരി സൈഫു. മീഡിയ വൺ നടത്തുന്ന KMCC മലപ്പുറവും DJSP തൃശ്ശൂരും കളത്തിലേക്ക് ഇറങ്ങാൻ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. കിവ് സൂപ്പർ കപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ നേരത്തെ ഇപ്പം ലോകകപ്പിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അന്നുണ്ടാക്കിയ ഒരു ആരവം, ഒരു ഓളം സൈഫിനെ സംബന്ധിച്ചും പേഴ്സണലായിട്ടും അത് അത്രയും തന്നെ കിട്ടുന്ന രീതിയിൽ അവിടെ വലിയ ആഘോഷങ്ങൾ, ആർമാദങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജയം തോൽവിയുടെ ടീമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് ഒരു വെക്കേഷൻ ടൈമാണ്, അത്രത്തോളം റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. അതിനപ്പുറം ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളെ നമുക്കറിയാം. അതുപോലെ 2 ടീമും അവിടെ എത്തിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ടീമിലുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ നമുക്ക് പരിചിതരായിട്ടുള്ള, ഇല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന പ്ലേയേഴ്സ് ആരെങ്കിലും ഈ 2 ടീമിലും കളിക്കുന്നുണ്ടോ? എന്താണ് ടീമിന്റെ വിശേഷങ്ങൾ? തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖത്തർ ഇന്നിപ്പോ കഴിഞ്ഞ ലോകകപ്പ്, അതായത് 2022 ലോകകപ്പിന് ലോകത്തെ അതിശയിപ്പിച്ച 8 മൈതാനങ്ങൾ ഖത്തർ അണിയിച്ചൊരുക്കി. ആ 8 മൈതാനങ്ങളിലാണ് ലോകകപ്പിന്റെ മത്സരങ്ങൾ നടന്നത്. ലോകകപ്പ് മൈതാനങ്ങൾ ഖത്തറിൽ വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്ന ഒരു മൈതാനം, ഒരു വേദിയാണ് ഈ ഖത്തർ സ്പോർട്സ് ക്ലബ്ബ്. അതിമനോഹരമായ ടർഫ് ഇതിലൊരുക്കിയിട്ടുണ്ട്. വെച്ചാൽ അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടിയ ഒരു ടർഫ് ഇതിലൊരുക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ തൃശ്ശൂരിലും ഒപ്പം തന്നെ മലപ്പുറം ടീമിലും അണിനിരക്കുന്ന താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹാഭാഗ്യമാണ്. വെച്ചാൽ ലോക നിലവാരത്തോടു കൂടിയുള്ള ടർഫിൽ അവർക്ക് പന്ത് തട്ടാൻ കഴിയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അതിൽ ഇപ്പോൾ 2 ടീമുകളിലും കളിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ നമ്മുടെ നാട്ടിലെ 7 ഫുട്ബോളിൽ കളിക്കുന്ന
മുൻനിര താരങ്ങളുണ്ട്, സന്തോഷ് ട്രോഫി താരങ്ങളുണ്ട്, അങ്ങനെ കുറെ മുൻനിര താരങ്ങളുണ്ട്. അവരെയൊക്കെ ഈ ഫുട്ബോളിന് വേണ്ടി മാത്രം KMCC മലപ്പുറം മാനേജർമാരും ഒപ്പം തൃശ്ശൂർ ടീമും ഇവിടേക്ക് പ്രത്യേക വിസ എടുത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ആളുകൾക്ക് ഇവിടെ ഈ വലിയ ഉന്നത നിലവാരത്തിൽ അണിയിച്ചൊരുക്കിയ ഈ ടർഫിൽ പന്ത് തട്ടാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു മഹാ സൗഭാഗ്യമാണ്. അപ്പോൾ അത്രയും വലിയൊരു ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഖത്തർ സ്പോർട്സ് ക്ലബിന്റെ ഈ മൈതാനിയിലേക്ക് ഈ കലാശപ്പോരിനെ കൊണ്ടുവന്നത്. ഇതുവരെ ദോഹ സ്റ്റേഡിയത്തിലായിട്ട് ഫൈനൽ ഒഴികെയുള്ള മത്സരങ്ങളൊക്കെ നടന്നത്. പക്ഷേ മീഡിയ വൺ കൂടി ഇതിന് മുഖ്യ പ്രായോജകരായതോടുകൂടി നമുക്ക് അതിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളോടും സംവിധാനങ്ങളോടും ഗുണനിലവാരത്തോടും കൂടി ഇത്തവണ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കലാശപ്പോര് നമ്മൾ ഖത്തർ സ്പോർട്സ് ക്ലബിന്റെ മൈതാനിയിൽ. അപ്പോൾ കളിക്കിറങ്ങുന്ന താരങ്ങൾ ഉന്നത നിലവാരത്തോടു കൂടിയുള്ള ടർഫിൽ പന്തിട്ട് അതിനപ്പുറത്തേക്ക് ഈ കാണികൾക്ക് ലോകകപ്പിന് ശേഷം ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ ആസ്വാദനം അവർക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒരു 10,000-ഓളം വരുന്ന കാണികൾ ഉണ്ടാവും. സ്വാഭാവികമായി 18,000-ആണ് ഈ ഗാലറിയുടെ മൊത്തം കപ്പാസിറ്റി. അതിൻ്റെ 60% കാണികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 16,000-ഓളം വരുന്ന കാണികൾ ഇവിടെ ഉണ്ട്. അതിൽ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഈ മത്സരം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം.